സ്വദേശ് കവിത എഴുതിയത് ഗയാ പ്രസാദ് ശുക്ല സനേഹി. वो ഹൃദയ നഹി ഹേ പത്ഥർ ഹേ ജിസ്മേം സ്വദേശ കാ പ്യാർ നഹി. ഇത് ദേശഭക്തി നിറഞ്ഞു തുളുമ്പുന്ന ഒരു കവിതയാണ്, ദേശഭക്തി ഗീതമാണ് എന്നൊക്കെ പറയാം. സ്വദേശത്തിനോട്, നമ്മുടെ രാഷ്ട്രത്തോട്, മാതൃഭൂമിയോട് സ്നേഹമില്ലാത്ത ഹൃദയമല്ല, അത് കല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ഇത് ആരംഭിക്കുന്നത്. പത്ഥർ, കല്ല്. वो हृदय नहीं है पत्थर है जिसमें स्वदेश का प्यार नहीं. जो जीवित जोश बना न सका, जो जीवित जोश जगा न सका, उस जीवन में कुछ सार नहीं. സാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ, നമ്മൾ സാധാരണ പറയുന്ന വാക്കല്ലേ സാരമില്ല, നിസ്സാരം. ഓക്കെ, അവരെ ജീവിച്ചിരിക്കുമ്പം തന്നെ ചുറ്റുപാടും നല്ല ഉന്മേഷം പടർത്താനാകുന്നില്ലെങ്കിൽ ജോഷ്, ഉന്മേഷമല്ലേ, അതില്ലെങ്കിൽ ആ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. സാർ എന്ന വാക്കിന് അർത്ഥവും നിരർത്ഥകമാണ്, അർത്ഥമില്ല. जो वो हृदय नहीं है पत्थर है जिसमें स्वदेश का प्यार नहीं. जो जीवित जोश बना न सका, उस जीवन में कुछ सार नहीं. जो चल न सका संसार संग, उसका होता संसार नहीं. जो संसार संग न चल सका, उसका संसार नहीं होता. ഈ സംസാർ എന്ന് പറഞ്ഞാൽ ദുനിയ, ലോകം, ജഗ്, സംസാർ, വിശ്വ, ദുനിയ. ഈ ലോകത്തോട് ഇടപഴകി സഞ്ചരിക്കാത്തവന് അവന് ലോകവുമില്ല. ഇടപഴകുന്നില്ലെങ്കിൽ പിന്നെ അവന് ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ കൂട്ടുകാരൊക്കെയായിട്ട് ഇടപഴകുന്നില്ലെങ്കിൽ അവിടെ ഒരു കൂട്ടുകെട്ട് ഇല്ലല്ലോ. ജിസ്നെ സാഹസ് കോ ഛോഡ് ദിയ വോ പहुंच സകേഗാ പാർ നഹി. നദിയുടെ തീരത്തിരിക്കുകയാണ്, നമുക്ക് അക്കരെ പോകണം, പക്ഷെ അതിന് ധൈര്യത്തോടെ ഇറങ്ങി നീന്തണം, ആ സാഹസം വേണം. അത് കളഞ്ഞാൽ, സാഹസമില്ലെങ്കിൽ, ധൈര്യമില്ലെങ്കിൽ അവനൊരിക്കലും അക്കരെ എത്താൻ പറ്റത്തില്ല. സ്വപ്രയത്നം കൊണ്ട് ഇപ്പോൾ ഒരു വള്ളത്തിൽ കയറണമെങ്കിലും ധൈര്യം വേണമല്ലോ. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒലയുമ്പം പേടിച്ച് വെള്ളത്തിൽ കയറാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ നോക്കാം. ജിസ്നെ സാഹസക്കോ ഛോഡ് ദിയ വോ പहुंच സകേഗാ പാർ നഹി. वो हृदय नहीं है पत्थर है जिसमें स्वदेश का प्यार नहीं. जिससे न जाति उद्धार हुआ होगा उसका उद्धार नहीं. ജാതി ഉദ്ധാർ എന്ന് പറഞ്ഞാൽ ജാതി എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൊസൈറ്റിക്ക് ഉദ്ധരിക്കാൻ, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്ക് ഉദ്ധാർ, പുരോഗതി, ഉന്നതി ഉണ്ടാകില്ല. ജോ ഭരാ നഹി ഹേ ഭാവോം സേ ബഹതി ജിസ്മേ രസധാര നഹി. ഭാവം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് മാത്രമേ രസധാര ഒഴുകുകയുള്ളൂ. മനസ്സിനെ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ വിഷമം തോന്നാനും സിമ്പതിയും എമ്പതിയും ഒക്കെ തോന്നണമല്ലോ, അനുതാപം തോന്നണമല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് മനസ്സ് ഒരു രസപ്രവാഹം ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. वो हृदय नहीं है पत्थर है जिसमें स्वदेश का प्यार नहीं. जिसकी मिट्टी में उगे बढ़े पाया जिसमें दाना पानी है. माता पिता बंधु जिसमें हम है जिसके राजा റാണി. ഈ മണ്ണിലാണ് നമ്മൾ ജനിച്ചത്, ഇവിടെയാണ് വളരുന്നത്. ഇവിടുത്തെ വെള്ളവും വായുവും ഒക്കെ ശ്വസിച്ചിട്ടാണ്, ഭുജിച്ചിട്ടാണ് നമ്മൾ വളരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാതാവും പിതാവും ബന്ധുക്കളും ഒക്കെ ഇവിടെ തന്നെയാണുള്ളത്. നമ്മളിവിടുത്തെ രാജാറാണിയാണ്. ജിസ്നേക്ക് ഖജാനെ ഖോലേ ഹേ. ഈ മാതൃഭൂമിയാണ് നമുക്ക് വേണ്ടി ഖനികൾ, എല്ലാ സംഗതികളും നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പാകത്തിന് അവരുടെ ആ സ്ട്രോങ് റൂം തുറന്നിട്ടിരിക്കുന്നത് ഈ മാതൃഭൂമിയാണ്. നവരത്ന ദിയേ ഹേ ലാസാനി. നവരത്നങ്ങൾ, എല്ലാ രത്ന സമ്പത്തുകളും നമുക്ക് തന്നിരിക്കുന്നു. ജിസ് പർ ജ്ഞാനി ഭി മർത്തേ ഹേ ജിസ് പർ ഹേ ദുനിയ ദീവാനി. ഈ വിജ്ഞന്മാർ, പണ്ഡിതന്മാർ, ജ്ഞാനികളായിട്ടുള്ളവരെല്ലാം
ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ് മരിക്കുന്നത്, ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ. അവരുടെ പുറകെയാണ് ഈ ദുനിയ ക്രേസി ആയിട്ട് ഈ മഹാന്മാരുടെ പുറകെയാണ് പോകുന്നത്. ഉസ് പർ ഹേ നഹി പസീജ ജോ ക്യാ ഹേ വോ ഭൂക്ക ഭാർ നഹി നിശ്ചിത് ഹേ നിസ്സംശയ നിശ്ചിത് ഹേ ജാൻ ഏക് ദിൻ ജാനേക്കോ. അതിൻ്റെ ലാസ്റ്റ് വരിയാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിശ്ചിത് ഹേ നിസ്സംശയ നിശ്ചിത് ഹേ ജാൻ ഏക് ദിൻ ജാനേക്കി. ഈ ജീവിതം ഒരു ദിവസം പോകും എന്നുള്ളത് വളരെ നിശ്ചിതമായ ഒരു കാര്യമാണ്. ഓ ഹൃദയ നഹി ഹേ പത്ഥർ ഹേ ഇസ്മേ സ്വദേശ് കാ പ്യാർ നഹി. അവിടെ ആവർത്തിച്ചിട്ടില്ല, നല്ല രസമുള്ള വരിയായതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് പറയുന്നതാണ്. ഹേ കാലദീപ് ജൽത്താ ഹർദം. ഈ ടൈം, കാലമാകുന്ന ദീപം ഓരോ നിമിഷവും ഹർദം ജൽത്താ രഹതാ ഹേ. ജൽ ജാനാ ഹേ പർവാനോ കി സബ് കുച്ച് ഹേ അപ്പനെ ഹാഥോ മേ ക്യാ തോപ്പ് നഹീ തൽവാർ നഹീ. നമുക്ക് എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, തോക്കുമുണ്ട്, തൽവാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ദൂസരോം കേലിയെ ജീവിക്കണം. ദൂസരോം കേലിയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി നമ്മൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കണം.